ഒരുപാട് കോമിക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവീസ് അല്ലെങ്കിൽ കാർട്ടൂൺസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ദിസ് മൈറ്റ് ബി എവറിത്തിങ്. ആൻഡ് എൻ്റെ പേര് കാർത്തിക് എന്നാണ്. യു ആർ ലിസണിങ് ടു ക്ലബ് എഫ് 94.3 ക്ലബ് മേറ്റ്സ് എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. ആൻഡ് ഇന്ന് എൻ്റെ കൂടൊപ്പം കുറച്ച് പരിപാടികളെ പറ്റി പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഞാനും യങ്സ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പം ഫീൽ ഫ്രീ ടു ടോക്ക്. ഓക്കെ, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് വേണ്ട. ടോക്ക് എനിത്തിങ്, സേ എനിത്തിങ്. ഓക്കെ, സോ ഇന്ന് എൻ്റെ കൂടൊപ്പം സ്റ്റുഡിയോയിൽ ഒരു 4 പേരുണ്ട്, 4 യങ്സ്റ്റേഴ്സ്. ദ ഹോപ്പ് ഓഫ് ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഒരുപാട് കോമിക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഒരു ഹോപ്പായിട്ട് someone who finally took an initiative to bring up something like കോമിക് കോൺ എന്ന് തന്നെ പറയാലോ. ഒരു അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞി ഇവന്റ് ആണ് കോമിക് കോൺ എന്ന് പറയുന്ന പോലെ. ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ നാടൻ ഭാഷ പറയും ഫാൻസി ഡ്രസ് എന്ന് പറയാം അല്ലേ, അതാണ് കോസ്പ്ലേ. അപ്പോ സൂപ്പർ ഹീറോസ് ആയിട്ട് ഡ്രസ് ചെയ്യുക, ബാറ്റ്മാനെ പോലെ, സൂപ്പർമാനെ പോലെ, ആൻഡ്മാനെ പോലെയൊക്കെ ഡ്രസ് ചെയ്ത് അന്നത്തെ ദിവസം നമ്മളൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവാ അല്ലെ, ഫോട്ടോ എടുക്കാൻ വരുന്നവരുടെ പോസ്റ്റ് ചെയ്യുക, രസമാണ്. അപ്പൊ ഇതുപോലൊരു ഇവന്റ് നമ്മളെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു, ചായ് കോഫിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർഗനൈസ് ചെയ്തതാണ് നിങ്ങളെല്ലാവരും 4 പേര് അല്ലെ. നിങ്ങളുടെ ടീമും. നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ്? കേരള കോമിക്സ് ബ്രദർഹുഡ് എന്നാണ് നമ്മുടെ ടീമിന്റെ പേര്. ഇത് ആക്ച്വലി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 2 years, ഓൾമോസ്റ്റ് 2 years. അടുത്ത മന്ത് ആവുമ്പോ 2 years ആവും. ഞാനും ഫ്രണ്ട്സും കോസ്പ്ലേയേഴ്സ് ആണ് ബേസിക്കലി. സോ ഇന്ത്യയിലുള്ള അത്യാവശ്യം കോമിക് കോൺസിനൊക്കെ നമ്മൾ പോവാറുണ്ട്. നമ്മൾ നോക്കി കഴിയുമ്പോൾ ബാക്കി പുറത്തുള്ള കുറച്ച് മെട്രോപൊളിറ്റൻ സിറ്റീസ്, ബാംഗ്ലൂർ, ഡൽഹി ഒക്കെയാണ്, എല്ലായിടത്തും ഈ കോമിക് അല്ലെങ്കിൽ ഗീക്സ് എന്ന് പറയുന്നത് നല്ല ആക്റ്റീവ് ആണ്. നമ്മളിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല. കാരണം ഗ്രൂപ്പുകളൊന്നും അങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല. ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടെങ്കിലും ഫാൻസ് ഉണ്ട് അല്ലെ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കോസ്പ്ലേ ലീഗ് അതിലൊക്കെ പോയി വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കോമിക് കോണിൽ വിന്നേഴ്സ് ആണല്ലേ നിങ്ങള്. യെസ്. അപ്പം അത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? അതെപ്പോഴായിരുന്നു എന്ന് പറയാൻ വരട്ടെ. അതിന് മുന്നേ 2 പാട്ടിന്റെ സമയമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കോമിക് കോണിനെ പറ്റി സംസാരിച്ചു. പക്ഷെ എന്താണ് ആക്ച്വലി കോമിക് കോൺ, അത് വിൻ ചെയ്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് പറയേണ്ടത് ഇത് എത്ര വർഷം മുന്നത്തെ കാര്യം, വർഷത്തെ കണക്കുകളൊക്കെ. ഓക്കെ, എൻ്റെ പേര് കാർത്തിക് എന്നാണ്. ക്ലബ് മേറ്റ്സ് ആണ് കേൾക്കുന്നത് ഓൺ ക്ലബ് എഫ് 94.3. ഈ കോസ്പ്ലേ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് യങ്സ്റ്റേഴ്സ് പാടുപെടുന്നുണ്ട്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയൊക്കെയാണ് ഇത് പാടുപെടുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും അവരുടെ പേര് കേരള കോമിക് ബ്രദർഹുഡ് എന്ന ഒരു ടൈറ്റിലിന് താഴെ ഒരു ലിസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. എന്തായാലും കോമിക് കോൺ എന്ന് പറയുന്ന ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഇവന്റിലേക്ക് വരെ പോയി അവിടുന്ന് വരെ പ്രൈസ് വാരി കൂട്ടുന്ന കുറച്ച് ടീം മെമ്പേഴ്സാണ്. എന്തായാലും അവരുടെ ആ ഒരു കോമിക് കോൺ എക്സ്പീരിയൻസ് ആണ് ക്ലബ് മേറ്റ്സിൽ കൂടി ഷെയർ ചെയ്യുക. കോമിക് കോൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 years ആയിട്ട് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി മൈ ഫ്രണ്ട് നാദർ ലാസ്റ്റ് 3 years, അതായത് പോയ എല്ലാ ടൈമിലും ടൈറ്റിൽ വിന്നറാണ്. ടൈറ്റിൽ വിന്നേഴ്സ് ആണ്. അതൊരു മലയാളിയാണ്. ഹായ്, ഐ എം നാദർ. ഓക്കെ, ബേസിക്കലി കൊച്ചി തന്നെയാണ്, കലൂരിൽ തന്നെ താമസിക്കുന്നതും. അപ്പോ കോസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 years ആയി. അപ്പോ കേരളത്തിൽ നിന്നൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനും, കാരണം മെറ്റീരിയൽസ് കിട്ടാനും അത് ചെയ്യാനൊക്കെ ആയിട്ട്. ബട്ട് മെയിൻലി എന്ന് വെച്ചാൽ നമ്മളെ പാഷനാണ് അതിനോടുള്ളത്. നാദർ ഉണ്ടാക്കിയിരിക്കുന്ന മാസ്ക് ഒക്കെ കാണണം. അതാണ് ഒരു വിന്നറിന് ഇന്നലെ കൊടുത്തതും. ബാറ്റ്മാന്റെ ഒരു മെക്സ്യൂട്ടിലെ ആ ഒരു ഹെൽമെറ്റ് അല്ലേ, നാദർ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. യെസ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോസ് ഒക്കെ ഇപ്പം പറയുന്നവർക്ക് കാണാനായിട്ട് ഫേസ്ബുക്കിൽ ഏത് പേജിൽ അയക്ക് ചെയ്യണം? ഇപ്പൊ നമ്മളൊരു ബ്രദർഹുഡിന്റെ പേജ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കോസ്പ്ലേ ലീഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങളായിട്ട് തുടങ്ങിയൊരു ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ഉണ്ട്. കോസ്പ്ലേ ലീഗ് ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള കുറച്ച് അത്യാവശ്യം പ്രൊഫഷണൽ കോസ്പ്ലേയേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് നാദറും ഞാനും കൂടിയാണ്. ഗ്രേറ്റ്. ഓക്കെ, കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ജോൺ അബ്രഹാം ധൂമിൽ വന്ന പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി ഒരാൾ എന്റെ ഫ്രണ്ടിൽ. ഹായ്, എന്റെ പേര് സാൻ രാംശങ്കർ. ഞാൻ കോസ്പ്ലേ ലീഗ് ഇന്ത്യയുടെ മെമ്പറാണ്. അപ്പോൾ ഞങ്ങള് ഇതേപോലെ തന്നെ ഈ കോസ്റ്റ്യൂംസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത്, കൊച്ചിയിൽ നിന്നാണ് തുടങ്ങിയത്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത്. സോ ഇവിടെയുള്ളവർക്ക് കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാക്കുക. അതായത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച നോളജ് ബാക്കിയുള്ളവർക്കൂടെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടണമെന്നൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് കേരളത്തിൽ കൂടുതൽ കോസ്പ്ലേ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളനെ വരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിവ്യൂസും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്. അപ്പോ ഫേസ്ബുക്കിലുണ്ട് ഇല്ലേ? അപ്പൊ പുള്ളിക്ക് തന്നെ ചിലപ്പോൾ ഒരു മലയാളി ഓഡിയൻസിന് പേടിയുണ്ടായിരിക്കും, ഇവന്മാർക്ക് ഇഷ്ടപ്പെടോ എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ ആ ലെവലിലേക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്കുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു കോമിക് ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു കോസ്പ്ലേ പോലത്തെ ഒരു ഇവന്റോ ഒന്നും ഇന്നേ വരെ നമ്മളെ ഇടയിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യും. അപ്പൊ
എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ രണ്ടുപേരെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടുള്ളൂ. ഇനി രണ്ടുപേരും കൂടെ പരിചയപ്പെടാനുണ്ട്. അവർക്ക് സ്റ്റോറീസ് ഉണ്ട്, പെർഫോം ചെയ്യാൻ കുറച്ച് സ്കിൽസ് ഉണ്ട്. കേട്ടോണ്ടിരിക്കുമ്പോൾ അതൊക്കെ കേൾക്കാം. ക്ലബ് മേറ്റ്സിൽ കൂടി ഉണ്ട് ഞാൻ കാർത്തിക്, ടൺ കണക്കിന് ഫാൻ ആൻഡ് ടൺ കണക്കിന് മ്യൂസിക്. ഡ്രസ്സൊക്കെ ഉണ്ടാക്കി, സ്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കി പോയി ഒരുപാട് പ്രൈസ് വാരിക്കൂട്ടിയ ഒരാളാണ് എന്നോടൊപ്പം ക്ലബ് മേറ്റ്സിലുള്ളത്. അദ്ദേഹം മാത്രമല്ല, ഈ കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ടീമിലെ 4 പേരുണ്ട് എന്നോടൊപ്പം. കാർത്തിക് എന്നാണ് എൻ്റെ പേര്. നാദിറിന്റെ ആ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3 years മുമ്പേ തുടങ്ങിയതാണ്. ഒരു 2013 സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മളിങ്ങനെ ഓരോ സൈറ്റ്സ് കാണും. ഇപ്പൊ 9gag പോലത്തെ സൈറ്റ് ഉണ്ട്, അതിന്റെ അകത്ത് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെ ഓരോ ആൾക്കാർ കോസ്റ്റ്യൂംസ് ചെയ്തേക്കണം. സോ അപ്പൊ മിക്ക TV സീരീസിലും കാണാം നമുക്ക് ഇങ്ങനെ കോസ്റ്റ്യൂംസ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഫോട്ടോസ് കാണുമ്പോ കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ കൊള്ളാം, അല്ലെങ്കിൽ നമുക്കൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാം. പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്ത സാധനം. ഓക്കെ, അതേപോലെ തന്നെ എനിക്കും ഒരു ടോട്ടൽ ഫെയിലിയർ തന്നെയായിരുന്നു ഫസ്റ്റ്. കാരണം ഇവിടുത്തെ നമ്മള് ഒരു മെറ്റീരിയൽ കിട്ടാനോ അതിനുള്ള സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ആരും ഇല്ല, നമ്മൾ തന്നെ ഇറങ്ങണം. എനിക്ക് തന്നെ ഒരു 1 week എടുത്ത് ഞാൻ ബ്രോഡ്വേ ഫുള്ള് നടക്കേണ്ടി വന്നു ഒരു മെറ്റീരിയൽ സെർച്ച് ചെയ്യാനായിട്ട്. അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ട്രയൽ ചെയ്ത് നോക്കി, അത് ഭയങ്കര സക്സസ് ആയി. എന്തോ ലക്കിന് ഒരു ഫുൾ സ്യൂട്ട് എനിക്ക് എന്തോ എന്റെ കറക്റ്റ് സൈസിന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അയൺമാന്റെ സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്ക് 7 3 years back. ആൻഡ് അതാണ് എന്റെ ഫസ്റ്റ് കോമിക്കോൺ ടൈറ്റിൽ എനിക്ക് വിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ വിന്നേഴ്സ് ആയിരുന്നില്ലേ കോമിക്കോണില്? അത് എപ്പോഴായിരുന്നു ആ ഒരു അയൺമാൻ സ്യൂട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ കോമിക്കോണിൽ. ഓക്കെ, അവിടെ പോയപ്പോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ? അത് എന്താ പറയാ, ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഭയങ്കര റെസ്പോൺസ് വെച്ചാൽ കാരണം സാധാരണ തയ്ച്ചിട്ടുള്ള ഡ്രസ് അല്ലെങ്കിൽ സിമ്പിൾ മാസ്ക് ആൾക്കാരെ വരാറ്. ഇതിപ്പോ ഫസ്റ്റ് ടൈം നാദർ ചെന്ന് കഴിഞ്ഞപ്പോ ഫുൾ സ്യൂട്ടായിട്ടാണ് ചെന്നത്. സോ അവർക്ക് ഭയങ്കര അത്ഭുതം പോലെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് ആർമർ ഉണ്ടാക്കിയത് ഫസ്റ്റ് ടൈം അതായിരുന്നു. ഒരു വിന്നർ ആവുമ്പോൾ ഒരു കോമിക്കോണിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓപ്ഷൻസ്, ഐ മീൻ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? അത് ആക്ച്വലി ലാസ്റ്റ് ടൈം വരെ അവർ ട്രിപ്പ് സ്പോൺസർ ചെയ്യും. അതായത് പുറത്തുള്ള കോമിക്കോണിലേക്കൊക്കെ അവർ ട്രിപ്പ് സ്പോൺസർ ചെയ്യും. അതെ, ഗോൾഡൻ ടിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. അത് എല്ലാ കോമിക്കോണിൽ നിന്നും ഓരോരുത്തർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആൾക്ക് ഐ മീൻ ഇതുപോലെ കോമിക്കോണിലേക്ക്, പുറത്തുള്ള ഇന്റർനാഷണൽ കോമിക്കോണുകളിലേക്ക് പോകാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഞാനിവിടെ ചിക്കാഗോ കോമിക്കോണിന് പോയിട്ടുണ്ട്. ഇങ്ങനെ പോയതാ, വിൻ ചെയ്ത് പോയതാ. അപ്പൊ അവിടുത്തെ കോമിക്കോണിന് പോകുമ്പോ നമ്മൾ ഇവിടെ നിന്നിട്ട് അവിടെ പോകുമ്പോൾ വേറെ എക്സ്പോഷർ ആണ് അവിടെ. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പുതിയത് കാണാൻ പറ്റും, കുറെ ഐഡിയാസ് പുതിയത് കിട്ടും. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേർക്ക് ഇത് കണക്ട് ആവുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതുവരെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വിശേഷങ്ങൾ തീരുന്നില്ല. നമ്മൾ ഒരാൾ ഇവിടെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ അവിടെ വളരെ ലൗഡായിട്ട് പെർഫോം ചെയ്ത ഒരു പെർഫോമർ, അതായത് ബാറ്റ്മാൻ സെലിബ്രേഷനിലെ ജോക്കർ ഉണ്ട്. പുള്ളി ഒരു ബാൻഡിന്റെ ലീഡ് സിംഗറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ട് ക്ലബ് മേറ്റ്സിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, വിൽ ബി ബാക്ക് 2 പാട്ടിന് ശേഷം. ടൺ കണക്കിന് ഫൺ ആൻഡ് ടൺ കണക്കിന് മ്യൂസിക്. ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തെളിയിച്ചതാണ് കേരള കോമിക് ബ്രദർഹുഡും കോസ്പ്ലേ ലീഗ് ഇന്ത്യയൊക്കെ ചേർന്നിട്ട് ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ, ബാറ്റ്മാൻ ഡേ സെലിബ്രേഷൻസ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കുട്ടിക്കളിയുടെ കാര്യം ചോദിക്കാനാണെങ്കിൽ കോമിക്കോണിൽ പോയി ഒരുപാട് പ്രൈസ് വാരിക്കൂട്ടിയ നാദിറിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചുള്ളൂ ഈ ഒരു പ്രശ്നം. ബട്ട് ഇപ്പൊ നമ്മള് പുറത്തുള്ള സ്ഥലത്ത് ഇപ്പൊ US പോയി കഴിഞ്ഞാൽ, ഞാൻ ഒരു കൺവെൻഷന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ 30, 40, 50 years വരെയുള്ള ആൾക്കാർ പോലും കോസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതൊരു ഫോം ഓഫ് ആർട്ടായിട്ടാണ് അവർ കാണുന്നത്. നമ്മളിവിടെ അല്ലാതെ അതൊരു പാഷനാണല്ലോ, ഒരു പാഷനും ഒരു ആർട്ടാണത്. അപ്പൊ നമ്മൾ അതിന് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും അതിന് വേണ്ടിയിട്ട്, അതിന് മാക്സിമം പെർഫെക്ഷൻ വരുത്താനും. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ. കാരണം കുഞ്ഞിലെ ചിലപ്പോൾ നമ്മൾ തുടങ്ങിയത് ഏതെങ്കിലും നമ്മളുടെ മലയാള മാസികയുടെ വരുന്ന പണ്ട് ഗോത്തം കോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇന്ത്യയിലെ കോമിക്സ് ഇറക്കിയിരുന്നു. 10 രൂപയ്ക്ക് ഈ പറഞ്ഞ DC-യുടെ മാർവലിനെയും 15 രൂപയ്ക്കും 25 രൂപയ്ക്ക് എല്ലാം കിട്ടുമായിരുന്നു. അപ്പൊ ആ ഒരു കാലം 2009 ആ കമ്പനി സ്റ്റോപ്പ് ചെയ്ത ഒരു ഗ്രാഫിക് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിലായപ്പോഴത്തേക്കും ഇന്ത്യയിലെ കോമിക്സ് വരുന്നത് പിന്നെ ഐ മീൻ ഇന്ത്യൻ എഡിഷൻസ് നിന്നു. പിന്നെ വന്നത് ഗ്രാഫിക് നോവൽസ്. അത് എക്സ്പെൻസീവ് ആയിരുന്നു കൂടുതൽ. ഇപ്പൊ എല്ലാ സ്റ്റോഴ്സിലും കിട്ടുന്ന ഒരു മോഡ് എന്ന് പറഞ്ഞ ഗ്രാഫിക് നോവൽസ് ആയിരുന്നു. അപ്പൊ എനിക്കും, എന്റെ പേര് ടോണി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കോമിക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 year ആയി. അപ്പോ ഈ പറഞ്ഞ പോലെ കോമിക്സ് തപ്പി നടന്ന് ഈവൻ ഓൾ ഓവർ ഇന്ത്യ കുറെ സ്ഥലങ്ങളിൽ പോയി കളയപ്പോ ആ കോമിക്സ് ആണ് ഞങ്ങൾ ഇവന്റിൽ ഷോക്കേസ് ചെയ്തത്, അവിടെ വെച്ചിരുന്ന കോമിക്സ് എല്ലാം. അപ്പോ ഹോപ്പ്ഫുള്ളി ഇവന്റിൽ വന്ന എല്ലാവർക്കും കോമിക്സും വായിക്കാൻ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇനിയിപ്പോൾ ടോണിക്ക് ഒരു കോമിക് ബുക്ക് ലൈവ് അല്ലെങ്കിൽ കോമിക് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ വരെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കാം. ഇനി ഒരാളെയും കൂടെ പരിചയപ്പെടാനും കൂടി ഉണ്ട്. നമ്മുടെ ജോക്കർ
ബാറ്റ്മാൻ ഡേ സെലിബ്രേഷനിലെ ജോക്കറിനെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണെന്ന് പറയാം. ആൻഡ് ഓൾസോ നമ്മൾ മലയാളികൾ ഇക്കാര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്ന് തെളിയിക്കുന്ന വേറെ കുറച്ച് ഇൻഫോർമേഷൻസും ഉണ്ട് ഈ കോമിക് കളക്ഷന്റെ കാര്യത്തിൽ. കേട്ടോണ്ടിരിക്കുക ക്ലബ് മേറ്റ്സ് വിത്ത് ആസ് കാർത്തിക്കാണ്. ടൺ കണക്കിന് ഫാൻ ആൻഡ് ടൺ കണക്കിന് മ്യൂസിക്. ഇവര് കാർത്തിക് എന്നാണ്. ഇത് ക്ലബ് മേറ്റ്സ്. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ, ഒരുപാട് ഡേയ്സ് എന്ന് പറയും, സ്പെഷ്യൽ ഡേയ്സ്. പക്ഷെ ബാറ്റ്മാൻ ഡേ ആദ്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്ത് കേട്ടത്, അത് നമ്മുടെ കൊച്ചിയിൽ. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്ത ഒരു ടീമുണ്ട്, ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ഉണ്ട്. കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ കീഴിലാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് എന്നോടൊപ്പം ക്ലബ് മേറ്റ്സിലുള്ളത്. ടോണിയുടെ ഐഡിയ ആയിരുന്നു നിന്നൊരു ഡേ സോ അല്ല, അത് ആക്ച്വലി ബാറ്റ്മാൻ ഡേ വേൾഡ് വൈഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ 75th ആനിവേഴ്സറി, ദാറ്റ് വാസ് ഇൻ 2014. ലാസ്റ്റ് ഇയർ സെപ്റ്റംബർ 26th ആയിരുന്നു, ഈ വർഷം സെപ്റ്റംബർ 17. അത് DC കോമിക്സ് അവരുടെ അവരുടെ US-ലുള്ള ബുക്ക് സ്റ്റോഴ്സിനും അവിടുത്തെ സൈനിങ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് വെച്ചിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ സിഗ്നിഫിക്കന്റ് ഇതൊന്നുമില്ല, ഇപ്പൊ ബാറ്റ്മാന്റെ ഹിസ്റ്ററിയോ അങ്ങനെ ബർത്ത്ഡേ അങ്ങനെയുള്ള ഡേറ്റ് ഒന്നുമില്ല. പക്ഷേ വൺ ഡേ ഡെഡിക്കേറ്റഡ് ടു ദിസ് ക്യാരക്ടർ ഓൾ ഓവർ ദ വേൾഡ്. സോ അപ്പൊ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു, ഇന്ത്യ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ നടന്നിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ബാറ്റ്മാൻ ഡേ സെലിബ്രേഷൻ ആയിട്ട് നടന്നിട്ടില്ല കേരളത്തിൽ മാത്രം. കോമിക് കോൺസ് ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ഹൈദരാബാദ് കോമിക് കോൺ ഉണ്ട്, ഒക്ടോബറിൽ മുംബൈ ഉണ്ട്, നവംബറിൽ ബാംഗ്ലൂർ ഉണ്ട്. പക്ഷേ നമ്മൾ കോമിക് കോണിനും DC കോമിക്സ് ഒരു അഫിലിയേഷൻ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഫാൻസ് ഗ്രൂപ്പാണ്, കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ വിചാരിച്ചു കൊച്ചിയിലെ ഫാൻസിനെ യൂണൈറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മാർഗം ഈ ഒരു ദിവസമാണ്. കാരണം അതെ, കേരളം കൊച്ചി എന്ന് തോന്നുന്നു. അതെ, തിരുവനന്തപുരം, തൃശ്ശൂർ ഗുഡ് ന്യൂസ്, ദാറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. അപ്പം സാധാരണ ഒരു കോമിക് കളക്ഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ ഫോർ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ കോമിക്സ് എന്നതിന് അപ്പുറത്തേക്ക് യു ഗൈസ് ടുക്ക് ടു അനദർ ലെവൽ, എ ഹോൾ ന്യൂ ലെവൽ. ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നു, കോസ്പ്ലേസ് സ്വയം ഉണ്ടാക്കാനുള്ള ഒരു ട്രെയിനിങ്. അപ്പോൾ ഒരു മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തത് എങ്ങനെ, എപ്പോൾ തൊട്ട്, ഇത് എന്താണ് അതിൻ്റെ ഒരു മോട്ടിവേഷൻ നൽകിയത്, നിങ്ങളുടെ എക്സ്പീരിയൻസസ് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? നാദറാണോ ഇതിന്റെ ഇന്നലെ ഒരു ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തത്? നാദറിനെ പറ്റി പറയാനാണെങ്കിൽ നാദറിന് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കോമിക് കോണിലൊക്കെ പോയി പ്രൈസ് വാരിക്കൂട്ടുന്ന ഒരാളാണ്, ഒരു ഡിസൈനറാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അഗെയിൻ 2 പാട്ടിന്റെ ബ്രേക്ക്, അതിനുശേഷം വി വിൽ ബി ബാക്ക്. കാർത്തിക് ഓൺ ക്ലബ് മേറ്റ്സ് ടാൻ കണക്കിന് ഫാൻ. ആൻഡ് ഇന്നിപ്പോൾ നമ്മൾ ബാറ്റ്മാൻ ഡേ പറ്റി ഒരുപാട് സംസാരിക്കുകയായിരുന്നു. കേരള കോമിക്സ് ബ്രദർഹുഡിന്റെ ടീം മെമ്പേഴ്സ് ആയ ടോണി വാസ് ഹിയർ ആൻഡ് സച്ചിൻ ഈസ് ഹിയർ ആൻഡ് സാൻ, നാദിർ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ സച്ചിൻ ഇന്നലെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ബാറ്റ്മാൻ ഡേയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ജോക്കർ സോങ്, ജോക്കറിന്റെ കോസ്പ്ലേ തന്നെയായിരുന്നു സച്ചിൻ. അപ്പോൾ സച്ചിൻ തന്നെ പാടിയ ഒരു സോങ് ഉണ്ട് സച്ചിൻ്റെ അല്ലേ? ജോക്കറിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് സച്ചിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സോങ് ആണ്. ഓ ഗോഡ്, പ്ലീസ്. ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് ബാറ്റ്മാൻ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്ത് അപ്പൊ ആ സമയത്ത് ബാൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബാൻഡിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത സ്ഥിതിക്ക് ഒരു ജോക്കറിന്റെ സോങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് സാൻ ചേട്ടനെ ഇങ്ങനെ കേൾപ്പിച്ചു, ചേട്ടാ ഈ പാട്ട് അങ്ങോട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ സാൻ ചേട്ടനും ഒക്കെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. ഡ്രമ്മർ ഇല്ലാന്ന് പറഞ്ഞു. ഡ്രമ്മറിനെ ഒരു നല്ല ഹൃദയമുള്ളൊരു ഡ്രമ്മർ മിസ്റ്റർ ഐവൻ ചേട്ടനെ സാൻ ചേട്ടൻ സ്പോൺസർ ചെയ്തു. അപ്പൊ പുള്ളി എന്റെ വീട്ടിൽ വന്ന എല്ലാവരും അടിച്ചു പൊളിച്ച് സംഗതി മൊത്തം ചെയ്ത് സെറ്റാക്കി. ബാറ്റ്മാൻ ഡേയുടെ അന്ന് ഞങ്ങൾ ആ സോങ്, ഞാൻ ജോക്കറിന്റെ കോസ്പ്ലേ തന്നെ ആ പാട്ട് പാടി. ഓക്കേ, പ്ലീസ്, ആ പാട്ടാണ് ജോക്കർ സോങ്. The Joker song. First time on air. He's from Arkham, a lousy prison, put in a straight jacket and locked in a cell. He's from Arkham, a lousy prison, put in a straight jacket and locked in a cell. He knew that one bad day could put a sane man into an abyss from which he won't come out. He knew that if you're good at doing something bad, then you must never do that one thing just for free. സൂപ്പർ. എനിക്കുള്ള കില്ലിംഗ് ജോക്കിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് അല്ലേ ഈ ഡയലോഗ്സ് ലൈൻസ്. ആക്ച്വലി ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കില്ലിംഗ് ജോക്കിലെ പുള്ളിയുടെ മെയിൻ മോട്ടീവ് ആണ് ഗോർഡനെ ഒരു റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരു ആനിമേഷൻ ആനിമേറ്റഡ് മൂവി ഉണ്ട്, പുറത്തൊക്കെ തിയേറ്റേഴ്സിൽ കളിക്കുന്നുണ്ട് ഈ ഒരു കില്ലിംഗ് ജോക്ക്. എനിക്ക് തോന്നുന്നു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റും. ഇത് എത്രത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്ന അറിയാത്ത ഡ്രീം അല്ലേ. നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം ഇത് ഒരു സക്സസ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാടുണ്ട് കൊണ്ടുവരാൻ പറ്റണം.
അങ്ങനെ ഒരുപാട് പ്ലാൻസും ഡ്രീംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരിക്കും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്തോ ഒരു കുട്ടിക്കളിയാണ് അല്ലേ. പക്ഷെ കുട്ടിക്കളിക്ക് അപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു ഫീൽഡാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ് ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പല ഡിഫറെൻറ്റ് വെർസറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് ഒരുപാട് ലഹരികൾ തേടി പോകാനുള്ള സമയം ഇല്ലാണ്ടായി പോകും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവരുടെ ഏറ്റവും വലിയ ലഹരി. അപ്പോൾ അങ്ങനെ അവരത് കണ്ടെത്തി അതിന് വേണ്ടി ഇപ്പോൾ അവർക്കൊന്നും സമയമില്ല. ഈ ഒരു കോസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് തന്നെ വേണ്ടിയിട്ട് അവർ സ്വയം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ ഒരു ഉറക്കം കളഞ്ഞിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അങ്ങനെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ താല്പര്യങ്ങൾ തേടി പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ബിസി ആകും. നമ്മുടെ സിറ്റിയിൽ ഒരുപാട് ഫെസ്റ്റ് ഉണ്ടാകും, ഇതുപോലുള്ള ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് നടക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് വളരെ മനോഹരമായി മാറും നമ്മുടെ സിറ്റി. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് അനാവശ്യ ലഹരികൾ തേടി പോകാനുള്ള യാതൊരു തോട്ടും ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ദാറ്റ്സ് ദ പോയിന്റ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാനിവിടുന്ന് ടാറ്റ പറയാണ്. നാളെ വീണ്ടും കൃത്യം 7 മണിക്ക് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. നാളെ എൻ്റെ ഓടൊപ്പം സർപ്രൈസ് ആണ്, ഇരിക്കട്ടെ ആരാണെന്നൊക്കെ പിന്നെ പറയാം. ഞാനെത്തും. ഞാൻ കാർത്തിക്കാണ്. Club FM 94.3. It's done. Connecting fun and you know it's done.